നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫാബ്രിക് ബട്ടൺ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഞാനിവിടെ 2 ചെറിയ കഷ്ണം തുണികൾ എടുത്തിട്ടുണ്ട് ഫാബ്രിക് ബട്ടൺ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ചെറിയ പീസ് തുണികൾ മതി ഇതുപോലെ ബട്ടൺസ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് തരം തുണികളാണോ ഉള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് ഫാബ്രിക് ബട്ടൺ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 2 കളറ് ഇതുപോലുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കളറ് പോയിട്ടുള്ള ഇതുപോലുള്ള ബട്ടൺസ് ആണ് എടുത്തിട്ടുള്ളത്. ബട്ടൺസും നമുക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ അതെടുത്തിട്ട് ഫാബ്രിക് ബട്ടൺ ഉണ്ടാക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഫാബ്രിക് ബട്ടൺ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു സൂചിയിൽ ഞാൻ നൂലും കൂടി കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഇഴയായിട്ടാണ് കോർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ തുണിയുടെ നീളവും വീതിയും എത്ര വേണമെന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു 3 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയിലുമായിട്ട് ഈ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 കഷ്ണമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര ഫാബ്രിക് ബട്ടൺ വേണോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഈ ബട്ടൺ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിടിക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് തന്നെ പിടിക്കണം. നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ രീതിയിലായിട്ട് സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ കെട്ടിട്ടതിന് ശേഷം ഇവിടെ എക്സ്ട്രാ വരുന്ന തുണിയെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ ഒരു ഫാബ്രിക് ബട്ടൺ റെഡി ആയിട്ടുണ്ട്. അടുത്തതും കൂടി നമുക്ക് അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ രണ്ടാമത്തതും അതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 കളറുള്ള 2 ഫാബ്രിക് ബട്ടൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ സെയിം നീളത്തിലും വീതിയിലും 2 പീസുകൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതിനെ ഞാനൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഒരു ബട്ടൺ കൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ബട്ടൺ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. നമ്മൾ നേരത്തെ മറ്റേ ബട്ടൺസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തതുപോലെ തന്നെ. ഇതേപോലെ തന്നെ നമുക്ക് 4 കളർ വരുന്നതും ചെയ്യാം, 3 കളർ വരുന്നതും ചെയ്യാം. നമുക്ക് ഏത് കളറുള്ള ബട്ടൺസ് ആണോ ആവശ്യമായിട്ടുള്ളത് വെച്ചാൽ ആ കളറിലുള്ള ബട്ടൺസൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 3 ബട്ടൺസ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നമുക്ക് ഡ്രസ്സിനൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.
ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അഥവാ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.